നേരിട്ട തിരിച്ചടി മറയ്ക്കാൻ വ്യാജ പ്രചാരണങ്ങൾ ആയുധമാക്കി പാകിസ്ഥാൻ. ഭാരതത്തിന്റെ റഫേൽ ജെറ്റ് വിമാനം വെടിവെച്ച് തകർത്തെന്നുൾപ്പെടെയുള്ള പെരും നുണകളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അതെല്ലാം വെറും പൊള്ളത്തരങ്ങൾ മാത്രമാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. Today, from the soil of Bihar, I say to the whole world, India will identify, track and punish every terrorist and their backers. We will pursue them to the ends of the earth. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം നടത്തിയ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ് ഭീകരർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി നൽകുമെന്ന്. ആ വാക്ക് പാലിക്കുന്നതായിരുന്നു ഭാരതത്തിന്റെ കരവ്യോമസേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ നടുങ്ങിപ്പോയ ഒരു തിരിച്ചടിയായിരുന്നു അത്. എന്നാൽ തങ്ങൾക്കേറ്റ പ്രഹരത്തിന്റെ വ്യാപ്തി മറച്ചുവെക്കാൻ പൊള്ളത്തരങ്ങളും പെരുംനുണകളും പ്രചരിപ്പിക്കുകയാണ് പാക് അനുകൂല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ. അതിൽ ഏറ്റവും പ്രചരിപ്പിക്കപ്പെട്ട ഒന്നാണ് ഭാരതത്തിന്റെ റാഫേൽ ജെറ്റ് പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയെന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ രാജസ്ഥാനിലെ ബാർമറിൽ അപകടത്തിൽപ്പെട്ട MiG-29 ഫൈറ്റർ ജെറ്റിന്റെ ദൃശ്യങ്ങളാണ് വ്യാജ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത്. പാകിസ്ഥാൻ വ്യോമസേന ശ്രീനഗർ എയർബേസ് ആക്രമിച്ചു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ 2024 പാകിസ്ഥാനിലെ തന്നെ ഖൈബർ പഖ്തൂൻഖയിൽ നിന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ. സ്വന്തം രാജ്യത്തെ വിഭാഗീയതയുടെ ഫലമായി നടന്ന കലാപങ്ങളിലെ ദൃശ്യങ്ങൾ തന്നെയാണ് വ്യാജ പ്രചാരണങ്ങൾക്കായി പാകിസ്ഥാനികൾ ഉപയോഗിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. തങ്ങളുടെ സൈനിക വിജയങ്ങളായും വീരകഥകളായും പാക് അനുകൂലികൾ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന മുന്നറിയിപ്പും കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സത്യം മറച്ചുവെച്ച് യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് ഭാരതവിരുദ്ധത വിളമ്പിക്കൊണ്ട് തെറ്റിദ്ധാരണ പടർത്താനുള്ള പാകിസ്ഥാനികളുടെ വിഫല ശ്രമമാണ് ഇതോടെ പുറത്തായത്. ന്യൂസ് ഡെസ്ക് ജനം.